1986 പഴകി ദ്രവിച്ച പാട്ടക്കരാറ് റദ്ദ് ചെയ്തേ പറ്റൂ. അത് പറ്റുമോ? അത് ടെക്നിക്കലി അന്ന് പറ്റും. 999 വർഷത്തേക്ക് അല്ല, പറ്റും, അത് പറ്റും. എന്റെ ചോദ്യം 999 വർഷത്തേക്കാണ് എഗ്രിമെന്റ് എന്നാണല്ലോ പറയുന്നത്. ആയിക്കോട്ടെ. അതെങ്ങനെ പിന്നെ പുതുക്കാൻ ആ മാറ്റാൻ പറ്റും? എഗ്രിമെന്റിൽ കടന്നുകൂടിയിട്ടുള്ള 2 ലംഘനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒരു എഗ്രിമെന്റ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും അതിലൊരു ലംഘനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശരി റദ്ദാക്കപ്പെടണമല്ലോ. 2 ലംഘനങ്ങൾ നമ്മൾ വന്നിട്ടുണ്ട് ഇതുവരെ. എന്തൊക്കെ? ഒന്ന്, സഹാവ് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ നമുക്കറിയാം മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി. മുല്ലപ്പെരിയാർ ഡാം കാണാൻ അദ്ദേഹം പോവുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ. ആ സമയത്ത് എന്തായിരുന്നു അദ്ദേഹം പോകാൻ കാരണം? മുല്ലപ്പെരിയാർ ഡാമിന്റെ അടുത്ത് തമിഴ്നാട് പാറ പൊട്ടിക്കുന്നു എന്നുള്ള വിഷയമായിരുന്നു. പാറ പൊട്ടിക്കാനുള്ള അനുവാദം കേരള സർക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. കരാർ ലംഘനമാണോ അല്ലയോ? കേരള സർക്കാർ എന്ത് ചെയ്തു? എന്നിട്ട് ആ പോക്കും വരവും അല്ലാതെ ഒരു നടപടി ഉണ്ടായില്ല. അതിനുശേഷം ഈ കഴിഞ്ഞ 2021 ഉണ്ടായിരുന്നൊരു സംഭവം, തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് തുറക്കാൻ ആവശ്യപ്പെട്ടിട്ടും 142 അടി വരെ നിർത്താൻ വേണ്ടി തമിഴ്നാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേരള സർക്കാർ ആവശ്യപ്പെട്ടു ആ സമയത്ത് ഡാം തുറക്കാൻ ആവശ്യപ്പെട്ടിട്ട് തുറന്നില്ല. അവർക്ക് ആയിക്കോട്ടെ, പക്ഷെ ഒരു ഡെഡ് ലൈൻ വരുമ്പോൾ 136 കഴിഞ്ഞാൽ അത് തുറക്കാനുള്ളൊരു ബാധ്യത അവർക്കുണ്ട്. ഡേറ്റും സമയവും ഫിക്സ് ചെയ്യണം. കൂടിയാലോചന ഇല്ലായിരുന്നു. ആ സമയത്താണ് ജലവിഭവ വകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥരും ഈ പറയുന്ന സ്ഥലത്ത് കയറി ഡാം തുറന്നു എന്നുള്ളതാണ് അറിവ്. ബലമായിട്ട് കേരള സർക്കാർ അവിടെ പോയിട്ടുണ്ട്, ഈ ഡാം തുറക്കാനുള്ള നടപടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ പ്രിമിസൈസിൽ 2ാമത്തെ ലംഘനമായി. ഈ 2 ലംഘനങ്ങൾ വെച്ചുകൊണ്ട് 86 1886 കരാറ്, 1970 അനുബന്ധ കരാർ, 70 അനുബന്ധ കരാറിലെ 950 വർഷം പുതുക്കിയും തന്നെ ഉണ്ട് 999. അങ്ങനെയാണല്ലേ? അതെന്തോ തെറ്റിച്ചാന്ന് തോന്നുന്നല്ലേ? അല്ല, ശരിക്കും അറിഞ്ഞു തന്നെ ചെയ്തിരിക്കുന്നു. 1999 കരാറിനെ വീണ്ടും വേണമെങ്കിൽ ഒരു 999 കരാറും കൂടി എഴുതാമെന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ അബദ്ധ പഞ്ചാംഗമാണല്ലോ. കാശ് മേടിച്ചിട്ടായിരിക്കും. ഇപ്പോഴത്തെ തലമുറ അത് അംഗീകരിക്കണമെന്നുണ്ടോ? ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അല്ലെങ്കിൽ തന്നെ 1800-കളിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കരാറുകളൊക്കെ അസാധുവാണ്. ഇല്ല. 1935 മദ്രാസ് സർക്കാരും തിരുവിതാംകൂർ സർക്കാരും തമ്മിലുള്ള കരാറാണ്. മാറിപ്പോയില്ലേ? അത് രണ്ടും ഇല്ലല്ലോ. മദ്രാസ് സർക്കാരും ഇല്ല, തിരുവിതാംകൂർ സർക്കാർ. 1935 മാറിപ്പോയി. അതെ. 41 മാറിപ്പോയി. 47 50 മാറിപ്പോയി. 51 ഡിസ്പ്യൂട്ടിൽ മാറിപ്പോയി. അതിനുശേഷം 1970 ഉണ്ടാക്കുന്ന കരാറിന് 57 കേരളത്തിന്റെ പുതിയ മിനിസ്ട്രി ഉണ്ടായി. ഈ പറയുന്ന 70 കരാറിന് എന്ത് വാലിഡിറ്റി ഉള്ളത്?